മക്കച്ചോളം, മണിച്ചോളം, കൂവരക്, ചാമ, തിന, ബജ്ര എന്നീ ചെറുധാന്യങ്ങളുടെ കൃഷിരീതിയാണ് ഇവിടെ വിവരിക്കുന്നത്. ചെറുധാന്യങ്ങളുടെ കൃഷിരീതി. ഐക്യരാഷ്ട്രസഭയുടെ കാർഷിക സംഘടനയായ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആഹ്വാനമനുസരിച്ച് 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുകയാണ്. ഗുണങ്ങൾ. അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യവിളകളിൽ അടങ്ങിയതിനേക്കാൾ അന്നജം ചെറുധാന്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ധാരാളം പ്രോട്ടീൻ, മിനറൽസ്, വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയ ചെറുധാന്യങ്ങൾ ക്ഷാരഗുണമുള്ളതും നാരുകളാൽ സമ്പന്നവുമാണ്. ഉയർന്ന തോതിൽ ഊർജവും സ്റ്റാർച്ചും അടങ്ങിയ ചെറുധാന്യങ്ങൾ മിക്കവയും തവിടോടു കൂടിയവയാണ്. ജീവിതശൈലീ രോഗങ്ങളായ പ്രമേഹം, രക്താതിസമ്മർദ്ദം തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നതിനും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ചെറുധാന്യങ്ങൾക്ക് കഴിയുമത്രേ. വരണ്ട കാലാവസ്ഥയിൽ പോലും ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യാമെന്നതും കുറഞ്ഞ കാലം കൊണ്ട് ഉൽപ്പന്നം ലഭ്യമാക്കാമെന്നതും ചെറുധാന്യ കൃഷിയുടെ പ്രത്യേകതകളാണ്. തമിഴ്നാട്ടിൽ നിന്നും നാഷണൽ സീഡ്സ് കോർപ്പറേഷൻ പോലുള്ള സർക്കാർ ഏജൻസികളിൽ നിന്നും കർഷകരിൽ നിന്നുമാണ് ചെറുധാന്യ വിത്തിനങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത്. മക്കച്ചോളം. ഗ്രാമിനേസിയ സസ്യകുടുംബത്തിൽപ്പെട്ട സിയാമേസ് ശാസ്ത്രനാമത്തോടു കൂടിയ മക്കച്ചോളം മെയ്സ് എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. വിവിധ തരത്തിലുള്ള 180ഓളം പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ ഇത് ഉപകരിക്കുന്നു. മനുഷ്യാഹാരമായും കാലിത്തീറ്റയായും ഉപയോഗിക്കുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ എന്നീ സീസണുകളാണ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. കേരളത്തിൽ ജൂണിൽ കൃഷി ചെയ്യുന്നതാണ് നല്ലത്. ഗംഗാ സങ്കരമക്ക 1, ഗംഗാ സങ്കരമക്ക 101, രഞ്ജിത്ത് സങ്കരമക്ക VL 54, ഗംഗാ വെള്ള എന്നിവ ഉൽപാദനശേഷി കൂടിയ സങ്കര ഇനങ്ങളാണ്. നന്നായി ആഴത്തിൽ കിളച്ചോ ഉഴുതോ കൃഷിയിടം പരുവപ്പെടുത്തണം. കാലിവളം ചേർത്ത് വരികളിൽ 30 മുതൽ 35 സെന്റിമീറ്റർ അകലത്തിൽ നുരിയിടുന്നതാണ് കൃഷിരീതി. 10 സെന്റ് സ്ഥലത്തേക്ക് നാടൻ ഇനങ്ങൾ 1 കിലോഗ്രാമും സങ്കര ഇനങ്ങൾ 600 ഗ്രാമും വിത്ത് ആവശ്യമായി വരും. നടിയിൽ കഴിഞ്ഞാൽ കളയെടുപ്പ് ഇടയ്ക്കിടെ വേണം. 8-10 ആഴ്ചകൾ കഴിയുമ്പോൾ കളയെടുപ്പ് കഴിഞ്ഞ് മണ്ണ് കയറ്റി കൊടുക്കണം. 10 സെന്റിൽ രാസവളങ്ങളായി 11 കിലോഗ്രാം യൂറിയ, 10 കിലോഗ്രാം രാജ്ഫോസ്, 5 കിലോഗ്രാം MOP എന്നിവ ചേർത്ത് കൊടുക്കണം. വിവിധ ഇനങ്ങൾക്കനുസരിച്ച് 80 ദിവസം മുതൽ 100 ദിവസം വരെയാണ് വിളദൈർഘ്യം. നാടൻ ഇനങ്ങൾക്ക് ശരാശരി 40 കിലോഗ്രാമും സങ്കര ഇനങ്ങൾക്ക് 100 കിലോഗ്രാമും ഉൽപാദനം 10 സെന്റിൽ നിന്ന് ലഭിക്കും. മണിച്ചോളം. ആഗോളതലത്തിൽ നെല്ല് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു ധാന്യവിളയാണിത്. സ്വർഗം വൾഗർ എന്നതാണ് ശാസ്ത്രനാമം. സ്വർഗം എന്നും ഗ്രേറ്റ് മില്ലറ്റ് എന്നും ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു. സ്വർഗം എന്ന പേര് ലഭിച്ചത് ഇറ്റാലിയൻ ഭാഷയിൽ നിന്നാണ്. ധാന്യവർഗത്തിൽ ഏറ്റവും പൊക്കം കൂടിയ ഈ വിളയുടെ വൈക്കോൽ സ്വാദിഷ്ടവും പോഷകപ്രദവുമായ കാലിത്തീറ്റയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1000 മീറ്റർ വരെ ഉയരമുള്ളതും 250 മില്ലിമീറ്റർ മുതൽ 400 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതുമായ ഇടങ്ങളിൽ ഏത് മണ്ണിലും ചോളം കൃഷി ചെയ്യാം. വരണ്ട കാലാവസ്ഥയിലും ശീതകാലത്തും കൃഷി ചെയ്യുന്ന ഇനങ്ങളുണ്ട്. മഴയെ ആശ്രയിച്ച് മെയ് മുതൽ ഓഗസ്റ്റ് വരെയും ജലസേചിതമെങ്കിൽ ജനുവരി മുതൽ ഏപ്രിൽ വരെയുമാണ് കൃഷിക്കാലം. കിളച്ച് പരുവപ്പെടുത്തിയ കൃഷിയിടത്തിൽ അടിവളമായി 240 കിലോഗ്രാം കാലിവളമോ കമ്പോസ്റ്റോ 10 സെന്റിന് ചേർക്കണം. ഒപ്പം 8 കിലോഗ്രാം എല്ലുപൊടി കൂടി ചേർക്കുന്നത് നല്ലതാണ്. കൃഷിക്ക് ആവശ്യമായ 400 ഗ്രാം വിത്ത് വാരി വിതറുകയാണ് ചെയ്യുന്നത്. 1 മാസം പ്രായമായ തൈകൾ പറിച്ചു നടുന്ന രീതിയും ചിലയിടങ്ങളിൽ നിലവിലുണ്ട്. ജലസേചിത കൃഷിക്ക് 8 കിലോഗ്രാം യൂറിയ, 9 കിലോഗ്രാം രാജ്ഫോസ്, 3 കിലോഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന തോതിലും മഴക്കാല കൃഷിക്ക് 4 കിലോഗ്രാം യൂറിയ, 2.5 കിലോഗ്രാം രാജ്ഫോസ്, 2.5 കിലോഗ്രാം MOP എന്ന തോതിലും രാസവളങ്ങൾ ആവശ്യമാണ്. കൂവരക് അഥവാ മുത്താറി, എല്യൂസിന കൊറക്കാനെ എന്നതാണ് ശാസ്ത്രനാമം. ഇംഗ്ലീഷിൽ ഫിംഗർ മില്ലറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. 50 സെന്റിമീറ്റർ മുതൽ 90 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന ഇടങ്ങളിൽ മുത്താരി കൃഷി ചെയ്യാം. ചെമ്മൺ പ്രദേശങ്ങളാണ് കൃഷിക്ക് അനുയോജ്യം. കാൽസ്യം,
ഫോസ്ഫറസ്, പൊട്ടാസ്യം, സിങ്ക്, മഗ്നീഷ്യം, സൾഫേറ്റ്, വിറ്റാമിൻ ബി, അമിനോ ആസിഡുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അമിതവണ്ണമുള്ളവർക്ക് തടി കുറയ്ക്കാൻ ഈ ധാന്യം ഉപകരിക്കും. ഉൽപ്പന്നം നനവ് തട്ടാതെ സൂക്ഷിക്കുകയാണെങ്കിൽ 50 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുമെന്ന പ്രത്യേകതയുമുണ്ട്. കൂവരകിന്റെ കച്ചി കാലിത്തീറ്റയായി ഉപയോഗിക്കാം. ജൂൺ, സെപ്റ്റംബർ, ജൂലൈ, ഒക്ടോബർ, ഡിസംബർ, മാർച്ച് എന്നിങ്ങനെ സീസണുകളിലായി കൃഷി ചെയ്യാം. CO2, CO8, CO10, PR 202 എന്നിവ നല്ല ഇനങ്ങളാണ്. 10 സെന്റ് സ്ഥലത്തേക്ക് 200 ഗ്രാം വിത്ത് ആവശ്യമാണ്. നന്നായി കിളച്ച് പരുവപ്പെടുത്തിയ കൃഷിയിടത്തിൽ 200 കിലോഗ്രാം കാലിവളവും 2 കിലോഗ്രാം യൂറിയ, 4 കിലോഗ്രാം രാജ്ഫോസ്, 4 കിലോഗ്രാം MOP എന്നിവയും അടിവളമായി ചേർക്കണം. വിത്ത് വാരി വിതറി മണ്ണിളക്കി മൂടുകയാണ് ചെയ്യേണ്ടത്. 3 ആഴ്ച കഴിഞ്ഞ് കളയെടുത്ത ശേഷം 2 കിലോഗ്രാം യൂറിയ, 4 കിലോഗ്രാം രാജ്ഫോസ്, 4 കിലോഗ്രാം MOP എന്നിവ മേൽവളമായി ചേർക്കണം. ചാമ പാവപ്പെട്ടവരുടെ ഭക്ഷണം എന്നാണ് അറിയപ്പെടുന്നത്. പാനിക്കം സുമാട്രൻസി എന്നതാണ് ശാസ്ത്രനാമം. ജൂൺ, ഒക്ടോബർ, നവംബർ, ഫെബ്രുവരി എന്നീ മാസങ്ങളിൽ 2 സീസണിലായിട്ടാണ് ചാമ കൃഷി ചെയ്തു വരുന്നത്. PM2, PM29 എന്നിവ 80 മുതൽ 85 ദിവസം മൂപ്പുള്ള അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്. 10 സെന്റ് സ്ഥലത്തേക്ക് 200 ഗ്രാം വിത്ത് ആവശ്യമാണ്. രേവതി, ഭരണി, രോഹിണി എന്നിവ ഞാറ്റുവേലകളാണ് ചാമകൃഷിക്ക് ഉത്തമം. മലഞ്ചെരുവുകളിലും കരപ്പറമ്പുകളിലും കൃഷി ചെയ്യാം. കൃഷിയിടം കിളച്ച് നന്നായി പരുവപ്പെടുത്തി 1 അടി മുതൽ 2 അടി വരെ അകലത്തിൽ ചെറിയ വാരങ്ങൾ ഉണ്ടാക്കി 8-10 സെന്റിമീറ്റർ മുതൽ 15-20 സെന്റിമീറ്റർ വരെ അകലത്തിൽ വിത്ത് വിതയ്ക്കുന്നു. പുല്ലുവർഗം എന്ന നിലയിൽ വേര് അധികം താഴേക്ക് പോവാത്തതിനാൽ ചെറിയ വാരങ്ങൾ മതിയാകും. നെല്ല്, കരകൃഷിയോടൊപ്പം മുത്താറി, ചാമ എന്നിവ കൃഷി ചെയ്യുന്ന രീതി പണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നു. അടിവളമായി ചാണകവും വെണ്ണീരും കുറച്ച് നൽകണം. നടീൽ കഴിഞ്ഞ് 1 മാസമാകുമ്പോൾ കളയെടുക്കണം. മഴക്കാല കൃഷിക്ക് 7 കിലോഗ്രാം യൂറിയയും 10 സെന്റിന്റെ അളവില്, വേനൽക്കാല കൃഷിക്ക് 3.5 കിലോഗ്രാം യൂറിയയും മേൽവളമായി ചേർത്ത് കൊടുക്കണം. വിളവെടുപ്പ് കാലം ഇനങ്ങൾക്കനുസരിച്ച് 80 മുതൽ 110 ദിവസം വരെ വേണ്ടിവരും. രോഗങ്ങളും കീടങ്ങളും കുറവാണ്. 10 സെന്റ് സ്ഥലത്തു നിന്ന് അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾക്ക് 40 കിലോഗ്രാമും മറ്റിനങ്ങൾക്ക് 20 കിലോഗ്രാമും വരെ വിളവ് ലഭിക്കും. കൊയ്ത്ത് കഴിഞ്ഞ് ഒരാഴ്ച മെതിക്കുന്നതാണ് നല്ലത്. ചാമച്ചോറ്, ഉപ്പുമാവ്, കഞ്ഞി, പുട്ട്, പായസം എന്നിവ ചാമയുടെ സ്വാദിഷ്ട ഭക്ഷ്യവിഭവങ്ങളാണ്. ലവ് ബേർഡ്സിന് തീറ്റയായും ചാമ ഉപയോഗിക്കുന്നു. കഫം, പിത്തം എന്നിവയെ ശമിപ്പിക്കുന്ന ഈ ഔഷധ ധാന്യ വിളയുടെ അമിതോപയോഗം വഴി വാതരോഗത്തിനും മലബന്ധത്തിനും ദേഹം മെലിയാനും സാധ്യതയുണ്ടത്രേ. തിന. കേരളത്തിൽ തിനകൃഷി കുറവാണ്. ഇംഗ്ലീഷിൽ ഇറ്റാലിയൻ മില്ലറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സെറ്റേറിയ ഇറ്റാലിക്ക എന്നതാണ് ശാസ്ത്രനാമം. സമുദ്രനിരപ്പിൽ നിന്ന് 2170 മീറ്റർ വരെ ഉയരമുള്ളതും 750 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതുമായ പ്രദേശങ്ങളിൽ തിന കൃഷി ചെയ്യാം. ബജ്ര. ചോളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഉപയോഗിക്കുന്ന ചെറുധാന്യമാണിത്. ഇംഗ്ലീഷിൽ പേൾ മില്ലറ്റ് എന്നറിയപ്പെടുന്ന ഈ വിളയുടെ ശാസ്ത്രനാമം ചെനിസെറ്റം ടൈഫോയിഡീസ് എന്നാണ്. വരണ്ട കാലാവസ്ഥയാണ് അനുയോജ്യം. CO1, CO2, CO3 എന്നീ ഇനങ്ങൾ നല്ല ഉൽപാദനക്ഷമതയുള്ളവയാണ്. 1 ഹെക്ടറിന് 6 മുതൽ 10 കിലോഗ്രാം വരെ വിത്ത് വേണം. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ. താങ്ക്